എന്ത് കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടത്? നരേന്ദ്രമോദിയോടും രാഹുൽ ഗാന്ധിയോടുമുള്ള എൻ്റെ ചോദ്യം അതാണ്. എന്ത് കേസ്? ഏത് കേസാ? അസംബന്ധം പറയാണ്, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തോന്നിവാസം പറയുക. അത് അഖിലേന്ത്യാ നേതാവായാലും പ്രധാനമന്ത്രിയായാലും ഈ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അങ്ങേയറ്റാണ്, ഇടതുപക്ഷ വിരുദ്ധതയുടെ ഏറ്റവും ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഒരു കേസും മുഖ്യമന്ത്രിയുടെ പേരിലില്ല. മുഖ്യമന്ത്രിയുടെ ചോദ്യം ചെയ്യാൻ തന്നെ സാധിക്കുന്ന ഒരു തെളിവും അവർക്ക് കിട്ടിയിട്ടില്ല, ഒരു മൊഴി പോലും കിട്ടിയിട്ടില്ല. മൊഴി കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യം സ്വർണത്തിൻ്റെ കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാണ്. സ്വർണത്തിൻ്റെ ഒന്നാം പ്രതി നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ താവളങ്ങളിൽ നിന്ന്, വിമാനത്താവളങ്ങളിൽ നിന്ന് മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്ത് ഔദ്യോഗികമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ പിന്നിലുള്ള ആരാ? അത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എല്ലാ എയർപോർട്ടിൽ നിന്നും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻറ്റാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ്. അല്ലാണ്ട് കേരളത്തിലെ ഗവൺമെൻറ് എന്താ ഉത്തരവാദി? സഹോ പിണറായി വിജയൻ എന്താണ് ഇതിനകത്ത് പങ്ക്? ഒരു പങ്കുമില്ല എന്ന് മനസ്സിലായപ്പോൾ എന്ത് തോന്നിയാസവും പറയുക, ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വോട്ട് കിട്ടാനെന്നുള്ള നിലപാട് നരേന്ദ്രമോദി ഒരു ഭാഗത്തെടുക്കുന്നു. അതിൻ്റെ ജൂനിയർ പങ്കാളിയായി രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവും എടുക്കുന്നു. ഇവിടെയുള്ള വി.ഡി. സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ഞങ്ങൾക്കൊരു ഗൗരവത്തിൽ ഞാൻ എടുത്തിട്ടേയില്ല. പക്ഷേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നേതാവ് വന്നിട്ട് ഇവിടെ കേരളത്തിൽ ഇത്തരത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ തുടർച്ചയായി അതിനോടൊപ്പം ചേർന്ന് RSSൻ്റെയും BJPയുടെയും നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് ഇത് അഖിലേന്ത്യാ നിലപാടാണോ എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും. ആ കാര്യം ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എത്ര ചീപ്പായി പോയി. ഒരു പ്രധാനമന്ത്രിയെ പറ്റി ഒന്നും ഇങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ എന്താ ചെയ്യുക? ഇലക്ട്രിക് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ കൃത്യമായ നിലപാട് പുറത്തു വന്നപ്പോൾ എന്താണ്ടായേ? അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ വിവസ്ത്രധാരിയായിട്ട് BJP മാറി. ഒരു വസ്ത്രവുമില്ല. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അഴിമതിക്ക് എതിരാണെന്നാണ്. 8,500 കോടി റുപ്യയാണ് പേരും കള്ളന്മാരോട് വാങ്ങിയത്. ഞാനിപ്പോൾ ഓരോന്നോരോന്നും പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, അത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കേസിൽപ്പെടുത്തിയാണോ അല്ല കേസിലുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വലിയ വാർത്ത വന്നിയാണ്. അതിൽ കഴമ്പുണ്ട് എന്നാണ് ഇപ്പോൾ അവസാനം മനസ്സിലാകുന്നത്. എന്താ കാര്യം? ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കോൺഗ്രസ് കുടുംബാംഗം നൽകിയിട്ടുള്ള, ആ കമ്പനി നൽകിയിട്ടുള്ള സംഖ്യ 170 കോടിയാണ്. യാതൊരു പ്രയാസമില്ലാതെ കോൺഗ്രസ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു 170. യാതൊരു നാണോ മാനവും ഇല്ലാതെ ആ 170 കോടിയും വാങ്ങുകയും ചെയ്തു BJP. ഇതെന്തൊരു പാർട്ടികളാണ്! എന്നിട്ട് പുറത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ആവേശമാണ്. രണ്ടും ഈ കാര്യത്തിൽ നമ്മൾ കണ്ടില്ലേ. ഇതുപോലെ ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. രാഷ്ട്രീയം മാറ്റാൻ വേണ്ടിയിട്ട് ഗുണ്ടാപ്പണി എടുക്കുന്നതും EDയും അതുപോലെ തന്നെ IT ഒക്കെ തന്നെയാണ്. സ്വതന്ത്ര ഈ ഏജൻസികളാണ്, സെൻട്രൽ ഏജൻസികൾ. ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള ആളുകളെ BJPയിലേക്ക് കൊണ്ടുപോകാൻ പണത്തോടൊപ്പം ഇതും കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അശോക് ചൗഹാൻ അങ്ങനെയല്ലേ കൊണ്ടുപോയത്? അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഒരു വഴിയേ ഉള്ളൂ, ഒന്നുകിൽ BJP ചേരുക അല്ലെങ്കിൽ ജയിലിൽ പോവുക. ജയിലിൽ പോകാൻ എനിക്കാവില്ല, പോവുകയാണെന്ന് രാഹുൽ ഗാന്ധിയോട് തന്നെ പറഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഭരിക്കുന്നത് എന്ന ഒരു തെറ്റിദ്ധാരണ ഇവർക്കാർക്കും വേണ്ട. കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും വേണ്ട. ഇതിനെല്ലാം എതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഞങ്ങളെല്ലാം മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും ഭയപ്പെടുത്താൻ നടക്കേണ്ടിയില്ല. രാഷ്ട്രീയം പറയാൻ പഠിക്കണം. രാഷ്ട്രീയം ഇല്ലാതെ വ്യക്തിപരമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുന്ന നിലപാടാണ് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും എടുക്കുന്നത്. സുപ്രീം കോടതിയോട് അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഞാൻ ഓരോ പ്രത്യേകത വെച്ചുകൊണ്ട് ഞാൻ പറയുക. അദ്ദേഹം സാക്ഷാൽ ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സതീർത്ഥനായിട്ടുള്ള കുചേലൻ ഭാര്യ കൊടുത്ത അവിൽപ്പൊതിയുമായി കാണാൻ പോയപ്പോൾ
ആ അവിൽപ്പൊതി ശ്രീകൃഷ്ണൻ വാങ്ങിയാൽ ഈ കോടതി കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞ് കേസെടുക്കൂലെന്നാണ് ഇലക്ട്രൽ ബോർഡിൻ്റെ മേലെയുള്ള പ്രകോപനമാണ്. തനി താഴെയുള്ള ഒരു RSകാരൻ്റെ നിലപാടല്ലേ ഇത്? ജുഡീഷ്യറിയോട് ഇങ്ങനെയാണോ നിലപാട് സ്വീകരിക്കുക? ജുഡീഷ്യറിയെ പറ്റി വ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അതിനുശേഷം ഈ വിധി തന്നെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് RSകാരനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവ് എന്ന് പറഞ്ഞാൽ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് കത്തെഴുതി. 600 അഭിഭാഷകർ ഈ വിധി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് ചീഫ് ജസ്റ്റിസിന് എഴുതി. ഈ 600 അഭിഭാഷകരെ സംഘടിപ്പിക്കാൻ ഈ കൊല്ലം തിരുവനന്തപുരം കൂടി ചേർന്നാൽ 600 ആളെ സംഘടിപ്പിക്കാൻ വല്ല വിഷമമുണ്ട് എതിരായിട്ട് പറയാൻ? അതല്ല പ്രശ്നം. ഉടനെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു അതിൽ കാമ്പുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ച് അത് ക്യാൻസലാക്കിയത് ശരിയല്ല എന്ന് പറഞ്ഞ 600 വക്കീലന്മാരുടെ കത്തിൽ കാമ്പുണ്ട് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയാണ്. അപ്പോൾ എന്താ റേഞ്ച്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റേഞ്ച് എന്താ? ഗൗരവപൂർണമായ പരിശോധന വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തോക്കാൻ പോകുമ്പോൾ എന്തും പറയും, പ്രകോപനപരമായിട്ട് ഓരോന്നിനെയും കാണും. അതാണ് കോടതിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, വിധിയെപ്പറ്റി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതെല്ലാം ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടുന്ന കാര്യമാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇവർക്കൊന്നും വസ്തുതാപരമായിട്ട് ഒരു കാര്യവും പറയാൻ സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്തത് തിരിച്ച് നൽകണം എന്നതും ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിന് ഒരു തരത്തിലും അനുവദിക്കാത്ത ഇന്ത്യൻ ജനസമൂഹത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്, മതരാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി നല്ല രീതിയിലുള്ള മൂവ് ഇന്ത്യയിലുടനീളം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് സംബന്ധിച്ചുള്ള കാര്യം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കോൺഗ്രസിൻ്റെ വർഗീയ നിലപാട് എങ്ങനെ പച്ചയായിട്ട് RSSൻ്റെയും BJPയുടെയും നിലപാട് പോലെ തന്നെയാവുന്നു എന്നുള്ളത് തെലങ്കാനയിലെ അനുഭവമാണ് നമ്മളെ പാഠം പഠിപ്പിക്കുന്നത്. ഉത്തരേന്ത്യയിൽ മുമ്പേ ഉണ്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ട്. ഇപ്പം ഗുജറാത്തിലെ കലാപം, വംശഹത്യ, മണിപ്പൂരിലെ വംശഹത്യ, ഇന്ത്യയിൽ എവിടെയും വംശഹത്യ നടത്താൻ സാധിക്കുന്ന ഒരു ഭൗതിക പശ്ചാത്തലമുണ്ട്. കാരണം ഭൂപ്രഭുത്വത്തിൻ്റെ മേലെ, ഫ്യൂഡൽ ജീർണതയുടെ മേലെ കെട്ടിപ്പൊക്കിയ മുതലാളിത്ത സമൂഹമാണ് ഇന്ത്യ. അതുകൊണ്ട് അന്ധവിശ്വാസം, ജാതീയമായ പിന്നോക്കാവസ്ഥ, അതുപോലെ തന്നെ ശാസ്ത്രവിരുദ്ധമായ നിലപാട്, ചരിത്രവിരുദ്ധമായ നിലപാടുകൾ, ഇതെല്ലാം നല്ലതുപോലെ ഏശുന്ന ഒരു നാടാണ് ഇന്ത്യ. അത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനം ഒഴിവാണെന്ന് ഞാൻ പറയുന്നില്ല. അതിശക്തിയായിട്ടുള്ള ശാസ്ത്രബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നല്ല ക്യാമ്പയിൻ രാജ്യം മുഴുവൻ നടക്കാതിരുന്നത് ഫ്യൂഡൽ ജീർണതയ്ക്കെതിരായി ജനാധിപത്യ വിപ്ലവം, ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം പോലും നടക്കാത്ത രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ടാണ് 47 ആഗസ്റ്റ് 15 ശേഷം ഇവിടെ അവരുമായി സന്ധിയായത്. അതിൻ്റെ ഭാഗമായിട്ട് ദുരന്തമാണ് ഇപ്പോൾ കാണുന്നത്.